പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. ഹൃദയാൽത്താരയിൽ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ള കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. കർത്താവ് തൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വലിയ കരുണയാൽ ഞങ്ങളെയും ലോകമെമ്പാടുമിരുന്ന് ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ പൊതിഞ്ഞ് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെ, പ്രത്യേകിച്ച് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലുമായി കരുണ കാണിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ജീവിത നിയോഗങ്ങളെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 147 സങ്കീർത്തനം 3-ാമത്തെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു. മറ്റൊരു വാക്യം പറഞ്ഞാൽ, കർത്താവ് തൻ്റെ സൗഖ്യം കൊണ്ടും തൻ്റെ സ്നേഹം കൊണ്ടും നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷങ്ങളാണത്. ഹൃദയം തകർന്നിരിക്കുന്ന ഏതവസ്ഥയിലും അല്ലാതെ തകർന്നും തളർന്നും വേദനിച്ചും സങ്കടപ്പെട്ടും ഭാരപ്പെട്ടുമൊക്കെ കഴിയുന്നവരിതിനകത്തുണ്ടാകും. മക്കളെ ഓർത്തും കുടുംബാംഗങ്ങളെ ഓർത്തും ജീവിത പങ്കാളി ഓർത്തും ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ വിദൂര ഭാവി ഓർത്തൊക്കെ വല്ലാതെ നൊമ്പരപ്പെട്ട് കഴിയുന്നവരിതിനകത്തുണ്ടാകും. നാളെ എന്തായി തീരും എന്നാലോചിച്ചിട്ട് ആ ആലോചന പോലും മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നവരിതിനകത്തുണ്ടാകാം. ഉറങ്ങാൻ പറ്റാതെ വേദനിക്കുന്നവർ, മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നവർ, ഹൃദയം തകർന്ന അവസ്ഥയിൽ കർത്താവ് എന്നാ പറഞ്ഞേ? മോളെ, മോനെ, ഞാൻ നിൻ്റെ ഹൃദയത്തെ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും സുഖപ്പെടുത്തി തിരിച്ചുകൊണ്ടിരുമെന്നാണ് പറഞ്ഞേ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യുന്നു. മനസ്സിനേറ്റ് ഒത്തിരി മുറിവുകൾ കൊണ്ടു നടക്കുന്നവരിതിനകത്തുണ്ടാകാം. ശരീരത്തിൻ്റെ മുറിവിനേക്കാളും ശരീരത്തിൻ്റെ രോഗങ്ങളെക്കാളൊക്കെ കഠിനമായ വേദനകളാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കാൻ പറ്റുന്നത്. ഇന്നലെ ഓർമ്മകളിൽ വല്ലാതെ മുറിവേറ്റ മക്കളുണ്ടാകാം. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ വല്ലാതെ തകർക്കപ്പെട്ടവരിതിനകത്തുണ്ടാകാം. വല്ലാതെ കണ്ട് ഒറ്റപ്പെട്ടു പോയവർ, വല്ലാതെ കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടവർ, വല്ലാതെ കണ്ട് വിമർശിക്കപ്പെട്ടവർ, കളിയാക്കപ്പെട്ടവർ ഒക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിരന്തരമായ പരിഹാസങ്ങളും കുത്തുവാക്കുകളും കളിയാക്കലുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാകാം. ആഗ്രഹിച്ചതുപോലെ ഒന്നും ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റിയില്ല. സ്വപ്നം കണ്ടതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയില്ല. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കളിയാക്കാൻ മാത്രമുള്ള ഒരു ജീവിതമായി ഒരുപക്ഷെ നമ്മുടെ പലരുടെയും ജീവിതം മാറിയിട്ടുണ്ടാകാം.
നിൻ്റെ മനസ്സ് തളരാനും നിൻ്റെ മനസ്സ് മുറിയാനും വേദനിക്കാനും കാരണമായി നിൽക്കുന്ന ഏത് കാരണത്തെയും നിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് സുഖപ്പെടുത്താൻ പറ്റും. എന്തു ചെയ്യണം? ആ മുറിവേറ്റ, എനിക്ക് വേണ്ടി മുറിവേറ്റ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ രക്തം ചിന്തിയ, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി 3 ആണികളിൽ തൂങ്ങിക്കിടഞ്ഞ് അവസാനത്തുള്ളി രക്തവും ചിന്തി എനിക്ക് വേണ്ടി സഹിച്ച് മരിച്ച ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിൻ്റെ ചെറുതും വലുതുമായ സഹനങ്ങളെ, വേദനകളെ, മുറിപ്പാടുകളെ, സ്വകാര്യ ദുഃഖങ്ങളെ ഒക്കെ ചേർത്ത് വെച്ചിട്ട് പറ, ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല, എനിക്കൊരു ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, വല്ലാതെ ഞെരുങ്ങുന്നുണ്ട്, വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്, മാനസികമായിട്ട് വല്ലാതെ തകർന്നിട്ട് ഈ അമിതമായ ദുഃഖം, ഭയം, ആകുലതകൾ, നിരാശകൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തെ വല്ലാതെ കണ്ടങ്ങോട്ട് തളർത്തുന്നുണ്ട്, വേട്ടയാടുന്നുണ്ട്. ഈശോയെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ. ഈശോയെ ജീവിക്കണ്ട എന്നുപോലുള്ള തോന്നലുകൾ പലപ്പോഴും ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റണില്ല. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിലേക്ക് ജീവിതത്തെ കൊടുക്ക്. നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടത്. വരും നാളുകളിൽ, വരും ജീവിതത്തിൻ്റെ വേളകളിൽ ഞെരുക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന, സഹനത്തിൻ്റെതായ ജീവിത അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നിന്റെ കർത്താവ് നിന്റെ കരം പിടിക്കുമെന്നും നിന്റെ കർത്താവ് നിന്നെ കൈക്ക് പിടിച്ച് നടത്തുമെന്നും വചനം നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അതാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ ഭ്രഷ്ട എന്ന് ആര് തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിച്ചില്ലേ, പക്ഷേ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ കർത്താവിൻ്റെ മേലുള്ള ശിക്ഷയാണ് രക്ഷയായിട്ട് നമുക്ക് മാറിയത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി എന്ന യെശയ്യാ പ്രവാചകൻ പറയാ. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്നാണ് പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാം, എൻ്റെ കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ്, എൻ്റെ കർത്താവ് ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അനുഭവത്തിൽ എന്നെ കൈക്ക് പിടിച്ച് രക്ഷിക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ യാചിക്കുന്നത്. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ, കുടുംബത്തിൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ. ഞാൻ കടന്നു പോകുന്ന ഈ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, എൻ്റെ ജീവിതത്തെ അലട്ടുന്ന വിഷയങ്ങൾ എല്ലാറ്റിൻ്റെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. ഈശോയെ, ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, ലോകത്തിൻ്റെ ഏത് കോണില് കർത്താവ് ഈ മക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടോ അവരിലേക്ക് സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കപ്പെടട്ടെ, പറ്റാത്ത സ്നേഹം ചുരിക്കപ്പെടട്ടെ. മുറിവുടക്കുന്ന കർത്താവിൻ്റെ സൗഖ്യദായകമായ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹൃദയം തകർന്നിടുമ്പോ കരങ്ങൾ കൂപ്പി യേശു സമീപസ്ഥൻ. ആമേൻ. മനസ്സു നുറുങ്ങിടുമ്പോ ഈശോയെ, യേശു ആശ്വാസകൻ. അസാധ്യമെന്ന് കരുതിടുമ്പോ യേശു രക്ഷാകരൻ. യേശുവിൽ ജീവിക്കുന്നു, ഈശോയെ, യേശു ജീവിക്കുന്നു. ആമേൻ. യേശു ജീവിക്കുന്നു. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരുമില്ല. യേശുവേ പോലെ കരുതാൻ
ആരുമില്ല. യേശുവേ പോലെ യോഗ്യനാ ആരുമില്ല. യേശുവേ ആരാധന കൂപ്പകരങ്ങളോടെ ദിവികാരണത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ ആരാധനകളിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ഈശോ ഈ നിമിഷം വാട്സപ്പിലൂടെ ഈ കഴിഞ്ഞൊരു ദിവസക്കാലം പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് ആ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ ലൈവിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളെ കർത്താവെ ഞങ്ങളെല്ലാവരും ചേർന്ന് സമർപ്പിക്കുന്നു. ഈ മക്കളുടെ വേദനകൾ ഞങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ അത് ഞങ്ങളുടെ വേദനകളായി കണ്ട് ഈശോ നിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിമിഷമാണത്. ആരെയൊക്കെ ഈ ആരാധനയിൽ ചേർത്ത് നിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയൊക്കെ ചേർത്ത് നിർത്തുക. ആരുടെയൊക്കെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരോട് പറഞ്ഞ് അവിടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനായിട്ട് ആവശ്യപ്പെടുക. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുമേലായിരിക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ നമ്മളെ സമർപ്പിക്കാം. ആരാധനയിൽ പങ്കുചേർന്ന് നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മക്കളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഈ 8 ദിവസത്തെ ആരാധനയിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ കരുണ യാചിച്ച് അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും അൽത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ ഞങ്ങളങ്ങയിൽ ശരണം വയ്ക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.